കേരളത്തിൽ ആകെ എത്ര ആശാ വർക്കർമാരുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? 26,125 ആശാ വർക്കർമാരാണ് കേരളത്തിൽ ആകെ പ്രവർത്തിക്കുന്നത്. അതിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് 425-നും 450-നും ഇടയിൽ ആളുകൾ മാത്രം, അതായത് കേവലം ഒരു 1.5%. അപ്പോൾ ആ സമരത്തെ എങ്ങനെയാണ് SUCI സ്പോൺസർ ചെയ്യുന്ന ആ സമരത്തെ എങ്ങനെയാണ് ആശമാരുടെ മുഴുവൻ വിഭാഗത്തിന് സമരമായി വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ആ രീതിയിൽ ആ സമരത്തെ എഴുതുകയും വ്യാഖ്യാനിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നത്? ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തെക്കുറിച്ച് എന്തുകൊണ്ട് അവർ ആരായുന്നില്ല? രാജ്യത്തുള്ള മുഴുവൻ ആശാ വർക്കർമാർക്ക് വേണ്ടി CITUവും INTUCയും അടക്കം എല്ലാ യൂണിയനുകളും ഉണ്ട്, INTUCയും അടക്കം നടത്തുന്ന ആ സമരത്തെ എന്തുകൊണ്ട് ഈ മാധ്യമങ്ങൾ പിന്തുണയ്ക്കുന്നില്ല, അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത്തരത്തിലുള്ള നടപടികൾ കാണിച്ചിട്ട് അവസാനം മാപ്ര എന്ന വിളിപ്പേര് കിട്ടുമ്പോൾ കിടന്ന് കരഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ എന്ന് ചോദിക്കാൻ തോന്നുന്നു. മറ്റൊന്ന്, ഇവിടെ UDF നേതാക്കൾ ഒന്നടങ്കം പ്രതിപക്ഷ നേതാവ് കെ സുധാകരൻ, രമേശ് ചെന്നിത്തല, ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ, RSPയുടെ നേതാക്കൾ, ഇവരൊക്കെ ദിനംപ്രതി സമരപ്പന്തലിൽ ചെല്ലുന്നുണ്ട്. പക്ഷേ ആ സമരപ്പന്തലിന് അവരുടെ പാർട്ടികളുടെ ട്രേഡ് യൂണിയനുകൾ ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളി സംഘടനയായ INTUC ആ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്? R ചന്ദ്രശേഖരൻ, INTUCയുടെ പ്രസിഡന്റ്, അദ്ദേഹം പറഞ്ഞത് ഇത് തൊഴിലാളി സംഘടനകളെ ഒറ്റുകൊടുക്കുന്ന സമരമാണെന്ന് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആ ചോദ്യത്തിന് UDFന് മറുപടിയുണ്ടോ? മറ്റൊരു കാര്യം, ഈ ആശാ വർക്കർമാർ, അതായത് SUCയുടെ നേതൃത്വത്തിലുള്ള ഈ സംഘം പറയുന്നത് ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിൽ ആശാ വർക്കർമാരുടെ ഓണറേറിയം 700 രൂപയാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. വസ്തുത എന്താണ്? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, ആ പ്രകടന പത്രികയിൽ 891 പറയുന്നത് ഈ ആശാ വർക്കർമാർ, അംഗനവാടി ജീവനക്കാർ അടക്കമുള്ള സ്കീം വർക്കർമാർ, അതായത് കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ, കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായി ജോലി ചെയ്യുന്ന ഈ സന്നദ്ധ സേവകരെ, അങ്ങനെ തന്നെയാണ് അവരെ വിശേഷിപ്പിക്കുന്നത്, വോളണ്ടിയർ എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്, അല്ലാതെ തൊഴിലാളികളല്ല. അവരുടെ ഓണറേറിയം കാലത്തിനനുസരിച്ച് ഉയർത്തിക്കൊണ്ട് വരണം എന്നത് തന്നെയാണ് LDFന്റെ നിലപാട്. അതിന്റെ ഭാഗമായിട്ടാണ് വെറും 1000 രൂപയിൽ നിന്ന് 7000 രൂപയിലേക്ക് ഈ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും അത് വർദ്ധിപ്പിച്ചത്. അതല്ലാതെ മിനിമം 700 രൂപയാക്കുമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ സാധ്യമല്ല. എന്തെന്നാൽ അവർ തൊഴിലാളികളല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ തൊഴിലാളികളുടെ വേതനം 700 രൂപയാക്കണം എന്ന് ആ പ്രകടന പത്രികയിൽ 890 പറയുകയും ചെയ്യുന്നുണ്ട്. ഇതറിഞ്ഞിട്ടും SUCI പറയുന്ന ഈ കള്ളത്തരത്തിന് മാധ്യമങ്ങൾ, ഒപ്പം തന്നെ UDF എന്തിനു കൂടെ പിടിക്കുന്നു? അങ്ങനെ ഒരു കാര്യം. അത് മറ്റൊന്ന്. ഇനി ഇവർ ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആക്ഷേപം എന്ന് പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ അവർക്ക് ജോലിഭാരം കൂടുതലാണ് എന്നാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ആശാ വർക്കർമാർക്ക് ജോലിഭാരം അമിതമാകുന്നത്? ഒരിടത്തുമില്ല. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള അതേ ഗൈഡ് ലൈൻ തന്നെയാണ് കേരളത്തിലും അനുവർത്തിച്ചു പോരുന്നത്. അതിലൊരു മാറ്റവുമില്ല. രാജ്യത്തിൻ്റെ മറ്റിടങ്ങളിൽ എങ്ങനെയാണോ അതേ രീതിയിലുള്ള ജോലി മാത്രമേ അവർക്ക് ഇവിടെയുള്ളൂ. അതുമാത്രമല്ല, ഈ ജോലിക്ക് പുറമെ അവർക്ക് മറ്റു ജോലികൾ ചെയ്യാനുള്ള സാഹചര്യവുമുണ്ട് എന്നതാണ് അതിനെ വേറിട്ട് നിർത്തുന്നത്. മറ്റൊന്ന്, കേരളത്തിനേക്കാൾ കൂടുതൽ വിഹിതം മറ്റേതെങ്കിലും സംസ്ഥാനം അവർക്ക് നൽകുന്നുണ്ടോ എന്നതാണ്. ഇല്ല എന്നാണ് ഉത്തരം. രേഖകൾ, കണക്കുകൾ നമ്മുടെ മുൻപിലുണ്ട്. സിക്കിമിന്റെ കഥ നമ്മൾ കേട്ടതാണ്. അതിന്റെ വസ്തുത എന്താണെന്നും പുറത്തു വന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനി ഓടില്ല എന്നുകൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരുന്നു. അതുമാത്രമല്ല, സിക്കിമിൽ വെറും 636 ആശാ വർക്കർമാരാണുള്ളത്. കേരളത്തിൽ അത് 26,125 ഇനി SUCയുടെ നേതാവ് മിനി പറഞ്ഞത് 38-ാം ദിവസമാണ് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചതെന്നാണ്. സമരം തുടങ്ങി 38-ാം ദിവസമാണ് ചർച്ചയ്ക്ക് വിളിച്ചതെന്നാണ്. 5-ാം ദിവസം ചർച്ചയ്ക്ക് വിളിച്ച വാർത്തകൾ നമ്മുടെ മുൻപിലുണ്ട്. അത് അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസവും ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ അവർ അന്ന് പറഞ്ഞത് കള്ളമാണ്. മന്ത്രിയുടെ വീട്ടിലെത്തിയപ്പോൾ സമരക്കാരെ കാണാൻ സമ്മതിച്ചില്ല, ഭർത്താവ് ഓടിച്ചു വിട്ടു എന്ന നുണ പറയുന്നു. അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നു മന്ത്രി. അതും നമ്മുടെ മുൻപിലുണ്ട്. ആ ആരോപണം പിന്നീട് ഒരിക്കലും SUCI നേതാവ് മിനി പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ നുണപ്രചരണം വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ചൂട്ടുപിടിക്കുന്ന കോൺഗ്രസ് നടത്തുന്നത് ആത്മഹത്യാപരമായ നീക്കമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം രാജ്യത്തുടനീളം സ്കീം വർക്കേഴ്സ് ഉയർത്തുന്ന ആവശ്യങ്ങളെ റദ്ദു ചെയ്യുന്നതാണ് SUCI നടത്തുന്ന ഈ ഒറ്റുകൊടുക്കൽ സമരം എന്ന് തന്നെ നമുക്ക് വളരെ പച്ചയ്ക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. അതാണ് അതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത്. സ്വാതി കൂടി ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാതി, ദേശീയ തലത്തിലുള്ള വാർത്തകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് പങ്കുവയ്ക്കും. സ്വാതി, ദേശീയ തലത്തിൽ CITU നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 21,000 രൂപയാക്കി ഉയർത്തണം എന്നതാണ് ആവശ്യം. അവരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം CITU മുന്നോട്ട് വയ്ക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ മുന്നിലേക്ക്.
തീർച്ചയായും മനു സൂചിപ്പിച്ച പോലെ ആശാവർക്കർമാരുടെ ആശങ്കകൾ പരിഹരിക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാർ തുടക്കം തന്നെ ഈ സമരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ തൊഴിലാളികൾ സമരം ചെയ്തതിനെ ഒരിക്കലും എതിർത്തുകൊണ്ട് സർക്കാർ മുന്നോട്ട് വന്നിട്ടില്ല. അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് അന്നു മുതൽ തന്നെ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിൽ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഈ തൊഴിലാളികളെ ഉപയോഗിക്കുന്നു എന്നുള്ള ആരോപണവും ആ ആക്ഷേപം തന്നെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ ഇത് സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുമ്പോൾ CI2 അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ പ്രതിഷേധം കേന്ദ്രത്തിനെതിരെ കടുപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അത്തരത്തിലുള്ള സമരവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇന്നലെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ചോദിച്ച് ദില്ലിയിലേക്ക് എത്തുന്നു. അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചയിൽ കൃത്യമായും ആ അജണ്ടയിൽ നമുക്ക് ആ കത്ത് മന്ത്രി നേരിട്ട് തന്നെ കൈരളി ന്യൂസിന് പങ്കുവച്ചതാണ്. ആ അനുമതി തേടിക്കൊണ്ട്, അതായത് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും അനുമതി ചോദിക്കുന്നു. അതിനുശേഷം ഇവിടെ വന്ന റെസിഡന്റ് കമ്മീഷണർ വഴി ഒരു അനുമതി ആവശ്യപ്പെടുന്നു. എന്നാൽ ആ അനുമതി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. അതിനു പിന്നാലെ ഈ വാർത്തയെ അല്ലെങ്കിൽ ഈ അനുമതി ലഭിക്കാത്തതിനെ ഏതെല്ലാം തരത്തിൽ വളച്ചൊടിച്ചുകൊണ്ടാണ് വലതുപക്ഷ മാധ്യമപ്രവർത്തകർ സംസ്ഥാന സർക്കാരിനെതിരെയും ആരോഗ്യമന്ത്രിക്കെതിരെയുമായ വലിയ തരത്തിലുള്ള ആക്രമണം അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ വന്നത് ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടിയല്ല എന്ന തരത്തിലുള്ള വളരെ ആശങ്കാജനകമായിട്ടുള്ള വാർത്തകളിലേക്ക് മാധ്യമങ്ങൾ പോകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. എന്നാൽ മന്ത്രി കൃത്യമായ മറുപടി നൽകുന്നു. രാവിലെ തന്നെ ഇവിടെ എത്തി കൂടിക്കാഴ്ചയ്ക്കായി അനുമതി ചോദിക്കുമ്പോഴും അത്തരത്തിൽ ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല എന്നൊരു നിലപാടാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ആ കത്തിൽ കൃത്യമായും ആശാവർക്കർമാരുടെ വിഷയങ്ങൾ, അതായത് അവരുടെ ഇൻസെന്റീവ് ഉയർത്തുക, അതോടൊപ്പം അവരെ സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കുക എന്നതടക്കമുള്ള ആവശ്യങ്ങൾ, അജണ്ടകൾ അടക്കം വെച്ചുകൊണ്ട് 4-5 അജണ്ടകളാണ് ആ കത്തിൽ സൂചിപ്പിക്കുന്നത്, അനുമതി നേടിക്കൊണ്ടുള്ള കത്തിൽ സൂചിപ്പിക്കുന്നത്. അതിൽ കൃത്യമായും ഈ ആവശ്യങ്ങളാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് മന്ത്രിക്കെതിരായ വലിയൊരു ആക്രമണം അഴിച്ചുവിടുന്ന സാഹചര്യമാണ് ഇന്നലെ തന്നെ ഉണ്ടായത്. അതെല്ലാം പോട്ടെ, മറിച്ച് ഇന്നലെ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ JP നദ്ദയടക്കം ഈ ആശാവർക്കർമാരുടെ ആശങ്ക സംബന്ധിച്ച് വാനോളം പുകഴ്ത്തുന്ന സാഹചര്യമുണ്ട്. ആശമാരുടെ പ്രവർത്തനം അത്രയും ത്യാഗം നിറഞ്ഞ പ്രവർത്തനമാണ് ആശമാർ എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തുന്നത് എന്ന് വാനോളം പുകഴ്ത്തുകയും, എന്നാൽ ഇൻസെന്റീവ് ഉയർത്തുന്ന കാര്യം വന്നപ്പോൾ അല്ലെങ്കിൽ പ്രതിപക്ഷം ആ വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതും ഏറ്റവും ആശങ്കാജനകമായി നിൽക്കുകയാണ്. മാത്രമല്ല, ഈ മാധ്യമപ്രവർത്തകരുടെ മുന്നിലേക്ക് ഈ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട ചില നേതാക്കൾ വന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഇന്നലെ മന്ത്രി ഇവിടെ വന്ന് കൂടിക്കാഴ്ച നടത്തണമെന്ന ആവശ്യവുമായി മന്ത്രി ഇവിടെ വന്നതിന് ശേഷം പറയുന്നത്, ഞങ്ങൾക്ക് ഓണറേറിയം അല്ല ഉയർത്തേണ്ടത്, ഓണറേറിയമാണ് ഞങ്ങൾക്ക് ഉയർത്തേണ്ടത്, ഇൻസെന്റീവ് അല്ല, പിന്നെ എന്തിനാണ് മന്ത്രി ദില്ലിയിൽ പോയതെന്നാണ്. അപ്പോൾ നോക്കൂ, കൃത്യമായും ഇതിനു പിന്നിൽ രാഷ്ട്രീയമുണ്ട്. ഈ നടത്തുന്ന സമരത്തിന് മുന്നിൽ കൃത്യമായ രാഷ്ട്രീയം UDFും BJPയും അവരോടൊപ്പം തന്നെ ചേർന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ ഒരു ജനവികാരം ഈ സമരത്തിന് പിന്നാലെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അതിനുവേണ്ടി ഇവർ ഉപയോഗിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം പോലും അറിയാതെ കുറെ തൊഴിലാളികൾ 38 ദിവസമായി സമരം ചെയ്യുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഏതെല്ലാം തരത്തിലാണോ സംസ്ഥാന സർക്കാർ തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദിക്കുന്നത്, ആ ശബ്ദങ്ങളെല്ലാം അടിച്ചമർത്താനുള്ളൊരു നീക്കം നടത്തുന്നു. ആ നീക്കത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആശാവർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കണം, അവരുടെ ആശങ്കകൾ പരിഹരിക്കണമെന്ന സ്ഥിരമായി ഇവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കണമെന്ന ആവശ്യം തന്നെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായിരിക്കുമല്ലോ ഇന്നലെ മന്ത്രി ഇവിടെ ദില്ലിയിൽ വരുന്നതും കൂടിക്കാഴ്ചയ്ക്കായി സമയം ചോദിക്കുന്നതും. അപ്പോൾ അത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ ശ്രമങ്ങളെയും വിഫലമാക്കുകയാണ് ഈ UDFും BJPയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും ചെയ്യുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ലാന്ന് എന്തായാലും പറയാൻ വേണ്ടി കഴിയും. മനു, ശരി, ഓക്കെ, താങ്ക് യു സ്വാതി. ഏതായാലും ഇത് വളരെ ഗൗരവതരമായ പ്രശ്നമാണ്. ഒരു യൂണിയൻ ഗവൺമെൻറ്റുമായി സംസ്ഥാനത്തിൻ്റെ ബന്ധത്തെ അല്ലെങ്കിൽ ആ ഒരു ഫെഡറൽ തത്വങ്ങളെയൊക്കെ ലംഘിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, യൂണിയൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ തവണയും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഒരു സംസ്ഥാനത്തെ മന്ത്രി ഒരു അപ്പോയിൻമെൻറ്റ് ചോദിക്കുമ്പോൾ അതുപോലും കൊടുക്കാതിരിക്കുന്നത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയമാണ് എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിനെയും ന്യായീകരിക്കാനും അതിനെയും വെളുപ്പിക്കാനും ഇവിടെ മാധ്യമങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല BJPക്ക് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും.